നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വടക്കാഞ്ചേരി വിരിപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ വീണ്ടും തുറക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മില്ലിന്റെ പുനഃപ്രവർത്തന ഉദ്ഘാടനം മാർച്ച് 2-ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും. സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും ദൃഢനിശ്ചയത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടന്നാണ് മിൽ വീണ്ടും ചലിച്ചു തുടങ്ങുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും വലിയ പ്രാധാന്യം നൽകി. 50 കോടിയിലധികം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസന കുതിപ്പിനായുള്ള പുതിയ പദ്ധതികൾക്ക് അംഗീകാരമായി. സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. തൃശൂർ പൂങ്കുന്നം ഹരിത സൂപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ മികച്ച ഗുണനിലവാരമുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇനി സാധാരണ കടകളിലും ലഭ്യമാകും. വടക്കാഞ്ചേരിയിൽ 1.18 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് കെട്ടിടം വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി പ്രതിരോധത്തിനായി ചേലക്കര വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലായി നിർമ്മിച്ച സൗരോർജ്ജ വേലികളുടെ സമർപ്പണവും പ്രാഥമിക പ്രതികരണ സേനയ്ക്കുള്ള യൂണിഫോം വിതരണവും മന്ത്രി നിർവഹിച്ചു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ധനസഹായ വിതരണം മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി ചടങ്ങിൽ ഉറപ്പു നൽകി.